നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്നെന്താണ് പ്രധാനപ്പെട്ട സംഭവങ്ങൾ? ഇന്ന് പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഒരുപാടുണ്ട്. എങ്കിലും അതിൽ രസകരമായ ഒരു കാര്യം, ഈ ശബരിമല മറ്റേ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് നടത്തിയ ചെലവുകളുടെ ഒരു കണക്കെന്ന് പുറത്തു വന്നിട്ടുണ്ട്. നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കണക്കുകളാണ്. കാരണം നന്ദഗോവിന്ദ ഭജന സംഘത്തിന് 8 ലക്ഷം രൂപ കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അവർ പരിപാടിക്ക് വന്നിട്ടോ ഈ നന്ദഗോവിന്ദ ഭജന ഈ സംഘികളുടെ കളരിയാന്നാണ് എന്നാണ് ഇവർ പറയുകയും മാത്രം നിരന്തരമായി ഇവർ ആക്ഷേപിക്കുകയും ചെയ്തു. ഹൈന്ദവൽക്കരണത്തിന് പുറകെ കിടക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞ് ഇവർ നിരന്തരം ആക്ഷേപിക്കുന്നതാണ്. അതേ സംഘത്തിന് 8 ലക്ഷം രൂപ കൊടുത്താണ് ഈ കണക്കിൽ കാണുന്നത്. അവർ അറിഞ്ഞിട്ട് പോലും ഇല്ല. ആ പരിപാടിയിൽ അന്ന് എനിക്കൊന്ന് ഷാൻ റഹ്മാനോ അങ്ങാണ്ടായിരുന്നു തോന്നുന്നു ആ പ്രോഗ്രാം കൊടുത്തിരുന്നത്. അതെ, വേറൊരു ആൾക്കായിരുന്നു. ആ സംഘം മടങ്ങി വരുന്ന വഴിക്ക് ആക്സിഡന്റ് ഉണ്ടായിട്ട് അവിടുത്തെ 2 പേര് ഗുരുതരാവസ്ഥയിൽ പോയി എന്ന് വാർത്ത ഞാൻ കണ്ടിരുന്നു. ഈ പരിപാടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇതിന് പകരം ഉണ്ടായിരുന്ന കക്ഷി ഭജന അല്ലാത്തവർ ഭജനല്ല ഈ അതായത് അത് അന്ന് വാർത്ത ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അതായത് ഈ ഭഗവാനെ നടത്തവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പണി കിട്ടിക്കൊണ്ടിരിക്കുന്ന പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ കിടക്കാൻ വേണ്ടി പുതിയ കട്ടിലും മെത്തയും വാങ്ങിച്ച് 1 ലക്ഷം രൂപ അവിടെ കിടന്നോ അയാള് കിടന്ന് കാണുമായിരിക്കുമല്ലോ. തലേദിവസം എത്തിയെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ 1 ലക്ഷം രൂപ കട്ടിലും മെത്തയെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് കട്ടിലാണെന്നത്. ചപ്പറവഞ്ച കട്ടിൽ നമ്മൾ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലത്തെ വല്ല സാധനമാണെന്ന് അറിഞ്ഞൂടാ. എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞ ഇതുപോലെ ഇപ്പൊ വഴിയിലേക്ക് ഇറങ്ങി നോക്കൂ. ഞാൻ ഇന്ന് നേരത്തെ പോയിരുന്നു, നമ്മുടെ നിംസിൽ പോയി. എൻ്റെ നമ്മൾ എന്തെങ്കിലും ഒരു വിശ്വസിച്ച് പോകാൻ പറ്റുന്ന ഒരു ആശുപത്രി സ്ഥാപനം നിംസിൽ പോകുന്ന വഴിക്കാണ്ട് എല്ലാ KSRTC ബസ്സിലും സർക്കാരിന്റെ എന്തെങ്കിലും ഓരോ അവർ നടത്തിയ ഓരോ പരിഷ്കാരങ്ങളെ പേര് പറഞ്ഞ് വലിയൊരു ഇതിന് ഒന്ന് KSRTCക്ക് കാശ് കൊടുക്കുന്നുണ്ടോ? കാരണം KSRTCയുടെ പൊതുമേഖലാ സ്ഥാപനം 2 KSRTC കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും സർക്കാരിന്റെ പണമല്ലേ CPM പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് കോടതിയൊന്നും ഇടപെടുന്നില്ല. സത്യത്തിലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സർക്കാരിന്റെ ഖജനാവിലെ പണം, നമ്മുടെ നികുതി പണം എടുത്ത് പ്രചരിപ്പിക്കുന്നത് ശരിയാണോ? പ്രതിപക്ഷം പോലും ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. സാങ്കേതികമായ കാര്യം സർക്കാർ എല്ലായിടത്തും ഫ്ലക്സും വെച്ചിട്ടുണ്ട്, കൂറ്റം ഫ്ലക്സ് വെച്ചിട്ടുണ്ട്. ഇത് ഈ ബസ്സിൽ കാണുന്ന സാധനം തന്നെ വലിയ ഫ്ലക്സുകൾ എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. നമ്മൾ എവിടെ നോക്കിയാലും. പിന്നെ ഇതൊക്കെ കണ്ടിട്ട് പറ്റിക്കപ്പെടുന്ന മനുഷ്യരാണ് കേരളീയ സംഭവം അനുഭവിക്കേണ്ടത്. അത്രേ ഉള്ളൂ. ഇത് ആപ്പളെ പ്രതികരിക്കാറുണ്ടായിരുന്ന ആ കഴിഞ്ഞ ദിവസം കോഴിക്കോട്ടൊരു അമ്മ പ്രതികരിച്ചത് മാത്രമാണ്. അടിപൊളിയാണ്. അതെ. ഈ ജോസ് കെ മാണിയുടെ ഒരു വാർത്ത ഇന്ന് വീണ്ടും മന്ത്രി റോഷി അഗസ്റ്റിൻ പറയുന്നുണ്ട് ജോസ് കെ മാണി മത്സരിക്കുമെന്ന്, പാലേ മത്സരിക്കുമെന്ന് പറഞ്ഞു. ഇപ്പൊ അതിന്റെ വ്യാഖ്യാനം എങ്ങനെയാ പോകുന്നത്? ജോസ് കെ മാണി കേരളം കോൺഗ്രസ് പിടിച്ചെടുക്കുന്നതാണോ? എന്നോട് പലരും ചോദിച്ചു. ജോമോന്റെ പാർട്ടി റോഷി പിടിക്കുമെന്നുള്ളതാണ്. പാർട്ടി ചെയർമാൻ മത്സരിക്കണമെന്നാണല്ലോ അണികളുടെ ആഗ്രഹം എന്നൊക്കെയാണ് മന്ത്രി പറയുന്നത്. പുള്ളി പറയുന്നത് ചോരത്തലപ്പാന്ന. ഇതിനകത്ത് യഥാർത്ഥ കാരണം പറഞ്ഞാൽ ഇപ്പൊ ഇവര് ഇതൊക്കെ പറയുമ്പോഴും ജോസ് കെ മാണി ഈ UDF പോകാനുള്ള ചർച്ച നടത്തി എന്നത് വാസ്തവമാണ്. ജോസ് കെ മാണിയുമായി UDF നേതാക്കളും ചർച്ച നടത്തി. അതിന് നേതൃത്വം കൊടുത്ത സഭയാണ്. നിർബന്ധമായി സഭ UDF പോകാൻ പറഞ്ഞു. പക്ഷെ അതിനെ എതിർത്ത് തോൽപ്പിച്ചത് റോഷിയും പ്രമോദ് നാരായണനും. ജയരാജ് അങ്ങനൊന്നുമില്ല, പോവാണെങ്കിൽ പോകാന്നുള്ളൂ. അങ്ങനെ പുള്ളിക്ക് പോകണമെന്നില്ലായിരുന്നു. പ്രമോദ് നാരായണനും റോഷിയുമാണ് എതിർത്ത് തോൽപ്പിച്ചത്. റോഷിയോട് ഞാൻ ആ സമയത്ത് സംസാരിച്ചു. അന്ന് റോഷി എന്നോട് പറഞ്ഞത്, ഷാജൻ ഒരു കാരണം വേണ്ടെന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞത് UDF പോരാൻ നേരത്തെ അവർ ഇതിപ്പോ ഒരു കാരണം വേണ്ട, ഇലക്ഷന് തോറ്റു പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് പോകാന്ന് പറഞ്ഞാൽ അതെങ്ങനെ ജനങ്ങളെ വിശ്വസിപ്പിക്കുന്ന റോഷിനോട് സ്വാഭാവിക ചോദ്യമാണ്. ഞാൻ ചോദിച്ചു റോഷിയോട്. അപ്പൊ റോഷി ചോദിച്ചു പോകാൻ പറ്റുന്ന സാഹചര്യമാണ്, പൊക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഒരു കാരണം എന്താ? LDF ഞങ്ങളുടെ സീറ്റ് വെട്ടിക്കുറയ്ക്കുവാണ്. ശരി, നമുക്കൊരു കാരണമുണ്ട്. അല്ലെങ്കിൽ LDF പറയാണ് ഇനി നിങ്ങൾക്ക് അത് തരത്തില്ല. കാരണം ഒരു കാരണവുമില്ല, അവരൊന്നും ചെയ്യുന്നില്ല. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് അത് പൊളിഞ്ഞു പോയത്. ഇപ്പോഴും ജോസ് കെ മാണിയുടെ മനസ്സിലെ മെയിൻ ആശങ്ക എന്ന് പറയുന്നത് പാലാ ജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് തന്നെയാണ്. ജോസ് കെ മാണിക്ക് രാജ്യസഭയിൽ തുടരാൻ താല്പര്യമൊന്നുമില്ല. അതിന് തോറ്റത് പോയത് കൊണ്ടാണ് കഴിഞ്ഞ തവണ സീറ്റ് വാങ്ങിയത്. അപ്പം ഇക്കുറി ജോസ് കെ മാണി പാലയിൽ മത്സരിക്കും എന്നത് വാസ്തവമാണ്. അതുകൊണ്ടാണ് റോഷി പറയുന്നത് മത്സരിക്കുന്നത്, അല്ലാതെ റോഷി ഹൈജാക്കിയൊന്നും അല്ല. മാത്രമല്ല ഇപ്പൊ ജോസ് കെ മാണി ഇടുക്കി സീറ്റ് ചോദിക്കാൻ ഒരു സാധ്യതയില്ല. റോഷിയുടെ സീറ്റാണ്. അപ്പൊ അത്തരം ഒരു സാഹചര്യമില്ല. ഇനി അഥവാ ഇനി ജോസ് കെ മാണിക്ക് ജയിക്കാൻ, ഇടുക്കി പോയി ജയിക്കാൻ പറ്റുന്നത്, ജോസ് കെ മാണിക്ക് ജയിക്കാൻ പറ്റുന്ന സീറ്റ് കടുത്തുരുത്തി. പക്ഷെ കടുത്തുരുത്തിയുടെ പ്രശ്നം അല്ല, മോൻസാണ് UDF. അപ്പൊ LDF കടുത്തുരുത്തി ജോസ് കെ മാണിക്ക് മത്സരിച്ച് ജയിക്കാവുന്നുള്ളൂ. പക്ഷെ ജോസ് കെ മാണി ഭീരുവാണെന്ന് വ്യാഖ്യാനിക്കപ്പെടും. 2 തവണ പാലയെ തോറ്റിട്ട് എന്റെ സ്വന്തം ഭാര്യയെക്കാൾ സ്നേഹമുള്ള അല്ലെങ്കിൽ പാലായി പോയി കടുത്തുരുത്തി പോയി ജോസ് കെ മാണി മത്സരിച്ചു ജയിക്കും, മോൻസിനെ തോൽപ്പിക്കാൻ പറ്റും. ഇത്തവണ ഒരു LDF വിരുദ്ധ വികാരമുള്ള, കഴിഞ്ഞ തവണ ജോസ് കെ മാണി പാലായിൽ മത്സരിച്ച് ജയിക്കുമായിരുന്നു. ഇത്തവണയും ഈ ജോസ് കെ മാണിയോടും മാണി സാറിനോടും ഒക്കെ
യഥാർത്ഥ ഇഷ്ടമുള്ള ഒരു വിഭാഗം ആളുകൾ കടുത്തുരുത്തി, പ്രത്യേകിച്ച് ക്നാനായക്കാർക്ക് ഈ പോലും. മണ്ഡല പുനർവിഭജനത്തിലാണോ സംഭവിച്ചത്? കൂടുതൽ ഭാഗങ്ങൾ അങ്ങോട്ട് കടുത്തുരുത്തി പോയതാണോ? പണ്ടേ അങ്ങനെയാണ്. മണ്ഡലം പുനർവിഭജനത്തിൽ പാലായിന്ന് പല സ്ഥലത്ത് കളഞ്ഞു. ഉം. ഉദാഹരണത്തിന് ഈ ഉഴവൂര്, മരങ്ങാട്ടുപള്ളി, ഇത്തരം പ്രദേശങ്ങളൊക്കെ ഭയങ്കര കേരള കോൺഗ്രസ് സ്ഥലങ്ങളാണ്. ആ. അപ്പോൾ ഈ ഉഴവൂർ ക്നാനായക്കാരുടെ കേന്ദ്രമാണ്. ഈ ക്നാനായ കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, ക്നാനായ മോൺസ് community. ക്നാനായ അല്ല, അദ്ദേഹം കാത്തലിക്കാണ്. ഞാൻ വളരെ ആ, കാലം അസുഖം കരുതിയത് അല്ല. അദ്ദേഹം ക്നാനായാണെന്നാണ് എല്ലാം കരുതിയത്. കാത്തലിക് കേട്ടോ, ഇതെല്ലാം കാത്തലിക്കാണ്. അപ്പം പക്ഷേ മോൻസ് അവിടെ ഗ്രിപ്പ് പിടിച്ചു. ഇത്തവണത്തെ ഒരു ഇടത് വിരുദ്ധ വികാരം എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ ജോസ് കെ മാണി മത്സരിച്ച്, അല്ലെങ്കിൽ ജോസ് കെ മാണി ജയിച്ചാൽ മത്സരിച്ച് ജയിക്കും. ഇടത് വിരുദ്ധ വികാരമാണ്. ജോസ് കെ മാണി ഒന്ന് രണ്ടല്ലേ സാറെന്നുള്ള ലെഗസി അവിടെ അവിടെ ഉണ്ട്. പാലായിൽ ആയാലും പക്ഷേയുള്ള പ്രശ്നം വെച്ചാൽ ജോസ് കെ മാണി വിരുദ്ധ വോട്ട് ഒരു 10,000 എങ്കിലും ഉണ്ട്. അത് ആ പർട്ടിക്കുലർ വോട്ടാണ്. ഈ വോട്ട് ഇത്തവണ അങ്ങനെ സംഭവിക്കൽ പോലും ഒരു പ്രതീക്ഷ ജോസ് കെ മാണിക്ക് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഷോൺ അവിടെ മത്സരിക്കാൻ വരുന്നുണ്ട്. അപ്പൊ ഈ ജോസ് കെ മാണി വിരുദ്ധ വോട്ട് കഴിഞ്ഞ തവണ 2 തവണയും പോയത് കാപ്പനാണെങ്കിൽ ഇക്കുറി അത് സ്പ്ലിറ്റ് ആവും. അതുകൊണ്ട് ജോസ് കെ മാണിക്ക് ഇക്കുറി ഒരു പ്രതീക്ഷയുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് ഇതൊക്കെ റോഷി പറയുന്നത് സത്യമാണ്. ജോസ് കെ മാണി കുറച്ചൊരു പോളിഷായിട്ട് പറയുന്നത്, ഞാൻ പാർട്ടിയല്ലേ തീരുമാനിക്കണ്ടേ സ്വാഭാവികമാണല്ലോ, എപ്പോഴും അങ്ങനെയാണല്ലോ. പല ചെയർമാൻ ആണെങ്കിൽ പോലും പാർട്ടിയാണല്ലോ തീരുമാനിക്കേണ്ടത് എന്ന് പറയുന്നത്. അത്ര അതിനപ്പുറത്തേക്കൊന്നും ഇതില്ല. ഓക്കെ, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. അതെ. അതാണ് മെയിൻ വിഷയം. അതെ. മെയിൻ വിഷയം ഫിലിപ്പ് മമ്പാട്. സോഷ്യൽ മീഡിയയിൽ അത് ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. രാജ്മോഹൻ അതിനെ എങ്ങനെ സമീപിക്കുന്നു? അല്ല, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇയാളെ നമ്മൾ നിരന്തരം എപ്പോഴും വീഡിയോകൾ കാണുന്ന ആളുകളൊക്കെ ധാരാളം കേട്ടിട്ടുള്ളതാണ്. ഇയാൾ എപ്പോഴും വന്നിട്ട് വളരെ നന്നായിട്ട് ആളുകളെ പിന്നെ ജീവിതത്തിൽ എങ്ങനെ സമാധാനമായിട്ട് ജീവിക്കണം, കുടുംബജീവൻ നയിക്കണം, എങ്ങനെയാണ് കൊച്ചുകുട്ടികളെ എങ്ങനെ നമ്മൾ പാലിക്കണം എന്നൊക്കെ ഉള്ള നിരന്തരമായി, അത് മാത്രമല്ല വളരെ കൺവിൻസിംഗ് ആയിട്ടാണ് പുള്ളി പറയുന്നത്. 2 കാരണങ്ങൾ. കൂട്ടിക്കൽ ജയചന്ദ്രന്റെ കേസ് നമ്മൾ കഴിഞ്ഞ ചർച്ച ചെയ്തുകൊണ്ട് ഇത്തരം കൂട്ടിക്കൽ ജയചന്ദ്രന്റെ കേസുണ്ട്. അതുപോലെ നിരവധി പോക്സോ കേസുകൾ. ഈ പുല്ലൂരാൻ പറയും അവിടെ കണ്ട് ഞാനൊരു ഒരു ടോമി സാർ, ഒരു കായികാധ്യാപകനോട് പക വീട്ടാൻ വേണ്ടി അവിടെ കുറച്ച് ആളുകൾ പ്ലാൻ ചെയ്തു. അതായത് ഈ പോക്സോ കേസാണ് ഏറ്റവും കൂടുതൽ ദുരുപയോഗിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത കേസാണ്. നമ്മൾ പെട്ടതാണ് അതിൽ. മറ്റേ കേസ് പോലെ അല്ല. സ്ത്രീ പീഡനം കേസ് പോലല്ല. പോക്സോ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പം പത്മരാജ മാഷ് ജയിലിൽ കിടക്കുന്നു, അയാൾ കുറ്റവാളിയാണെന്ന് പറഞ്ഞു. പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ എല്ലാ എവിഡൻസും പരിശോധിച്ചാൽ അയാൾ കുറ്റക്കാരനല്ല എന്ന് പറയാം. പോക്സോ കേസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പിള്ളേർ കള്ളം പറയത്തില്ല. ആ വിശ്വാസം അടിത്തറ. അതുകൊണ്ട് കുട്ടികളുടെ സ്റ്റേറ്റ്മെൻറ്റോട് ഞാൻ നിരവധി പോക്സോ കേസുകളിൽ ഇടപെട്ടിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ കടക്കാവൂരിലെ കേസ്, അമ്മയുടെ കേസ്, ഇത്തരത്തിൽ നിരവധി. പക്ഷെ നിർഭാഗ്യവശാൽ പോക്സോ കേസിന്റെ നിയമം, ഇപ്പോൾ ഒരു ജഡ്ജിന് ഇത് വ്യാജ കേസാണെന്ന് തോന്നിയെന്ന് വെക്കുക, എന്നാൽ പോലും ജാമ്യം കൊടുക്കാൻ പറ്റത്തില്ല. നിയമം അനുസരിച്ച് ഇപ്പോൾ SC അട്രോസിറ്റി ആക്ടിലെ ബാർ സെക്ഷൻ 18 ബാറുണ്ട്. എന്ന് വെച്ചാൽ SC അട്രോസിറ്റി ആക്ട് ഇട്ടാൽ ഈ കോടതിക്ക് അങ്ങ് ജാമ്യം കൊടുക്കാൻ പറ്റത്തില്ല. അതിന് നടപടിക്രമങ്ങളുണ്ട്. ഇതേപോലെയാണ് പോക്സോ കേസ് വന്നാൽ ജാമ്യം കൊടുക്കുക. അപ്പോൾ ഒരുപാട് വ്യാജ കേസുകൾ വരുന്ന കാരണം ഞാൻ ആദ്യം കരുതി ഇത് വ്യാജ കേസായിരിക്കുമെന്ന്. പക്ഷെ അങ്ങനെ അങ്ങോട്ട് എനിക്ക് കരുതാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കരുതാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട് താനും. കാരണം എന്നെ ഞാൻ അന്ന് ഇയാൾക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്തിരുന്നു. അതെ, ഒരു 1.5 ഈ 2 കൊല്ലം മുമ്പ് ഞാൻ ഈ വീഡിയോ ചെയ്ത പശ്ചാത്തലത്തിൽ എനിക്കൊരു കോള് വരികയാണ്. അന്ന് ഞാൻ പരമാവധി കോൾ എടുക്കുമായിരുന്നു. എനിക്കൊരു കോള് വരുവാണ്. കോള് വരുന്നത് മലബാറിലെ, ഞാൻ ആ ജില്ലയോ സ്ഥലമോ പറയുന്നില്ല, കാരണം അത് ശരിയല്ല. എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, അയാളെ നിങ്ങൾ വിശ്വസിക്കരുത്, ആൾ ശരിയല്ല. ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം? അപ്പോൾ അവരുടെ അനുഭവം എന്നോട് പറഞ്ഞു, ഞാനും ഭർത്താവും തമ്മിൽ ചില പ്രശ്നം ഉണ്ടാകുന്നു. ഞാനും ഭർത്താവും തമ്മിൽ പ്രശ്നമായി കഴിഞ്ഞിട്ട് എനിക്കങ്ങ് ഡിപ്രഷനായി. അപ്പോൾ എന്നോട് ഞാൻ ഈ റീൽസൊക്കെ കാണുമ്പോൾ എപ്പോഴും ഈ ഫിലിപ്പ് സാറിന്റെ പ്രസംഗം കേൾക്കും. അപ്പോൾ രാജ്മോഹൻ, അത് നമ്മളത് പറയേണ്ട കാര്യമാണ്. ഈ ഫിലിപ്പ് സാറിന്റെ പ്രസംഗം കേട്ട ആരും മോട്ടിവേറ്റ് ഭയങ്കരമായിട്ട് പറയുന്നു. ഉമ്മ ഇക്ക എന്നൊക്കെ വിളിച്ച ആളുകളെ വിളിച്ച് ആവേശം കൊണ്ട്. ഈ മലബാറിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇയാളുടെയൊക്കെ സ്വാധീനം ചില്ലറയല്ല. അപ്പൊ ഇയാൾ പ്രത്യേകിച്ച് ഈ പ്രവാചകനെ കുറിച്ചൊക്കെ എല്ലാ വിഷയത്തെയും അയാൾക്ക് ഏത് വിഷയത്തെ കുറിച്ചും പറയാറിയാം. അപ്പൊ അയാൾ അങ്ങനെ വലിയ ആരാധക വൃന്ദം, മാത്രമല്ല നല്ല ബാസ് ഇട്ട് സംസാരിക്കും, കണ്ണീരൊഴുക്കും, കുഞ്ഞുങ്ങളൊക്കെ ഇയാളുടെ പ്രസംഗം കേട്ട് കരയും. അവിടെ നമ്മുടെ വയനാട്ടിൽ ദുരന്തം ഉണ്ടായപ്പോൾ അവിടെ പോയി അവിടുത്തെ കുട്ടികളെ ആശ്വസിപ്പിക്കാൻ അല്ല അങ്ങനെ ഇയാളെ കുറിച്ചുള്ള സാധനമുണ്ട്. അപ്പോൾ ആർക്കും നമുക്ക് മതിപ്പ് തോന്നുന്ന ആളാണ്. ലഹരി, പിന്നെ ഇയാളുടെ ജീവിതകഥ,
ഭയങ്കര ഭയങ്കര പണ്ട് ലഹരി ഉപയോഗിച്ചിരുന്ന ആളാണ് എന്നൊക്കെ ഇയാൾ പറഞ്ഞ അതാണ്. ജീവിതകഥയാണ്. അറിയില്ല നമുക്കറിയത്തില്ല. ആണോ എന്നുള്ളത്. ഇനി ഭാര്യ പണ്ട് നിരാഹാരം കിടന്നതും വെള്ളം മാത്രം അല്ല കുടിച്ചുകൊണ്ടിരുന്ന ഇതിലൊക്കെ ഈ സംഭവങ്ങളൊക്കെയുള്ള പശ്ചാത്തലമുണ്ട്. കാരണം ഇവരെന്ത് ചെയ്തു, ഈ സ്ത്രീ ഇയാളുടെ നമ്പർ സംഘടിപ്പിക്കുന്നു, പോലീസ് സ്റ്റേഷൻ വിളിക്കുന്നു, നമ്പർ ചോദിക്കുന്നു, നമ്പർ കിട്ടുന്നു. ഇയാളന്ന് കോട്ടേഴ്സിലാണ്, സ്ഥിരം താമസം കോട്ടേഴ്സിലാണ്. കോട്ടേഴ്സിലേക്ക് വരാൻ പറയുന്നു. ഈ കോട്ടേഴ്സിലേക്ക് അവർ ചെല്ലുന്നു. ചെന്നപ്പോൾ തന്നെ ഇയാൾ വളരെ മനോഹരമായിട്ട് തന്നെ അവരുടെ പ്രശ്നമെല്ലാം കേട്ട് വാക്കിൽ വീഴ്ത്തി ഇവരെ ഭയങ്കര ഹാപ്പിയായി. അതുകൊണ്ട് പറഞ്ഞു പൊക്കോളൂ. പക്ഷെ അവർ ഹാപ്പിയായി, അവരുടെ പ്രശ്നം, അവർ ഡിപ്രഷനിൽ നിന്ന് മാറി. ജീവിതം എങ്ങനെ ബുദ്ധിമുട്ട്. പല ആളെ സംബന്ധിച്ചുള്ള ഡിപ്രഷൻ വരുന്നവരൊക്കെ ആരെങ്കിലും ഒന്ന് കേൾക്കാനുണ്ടെങ്കിൽ മാത്രം ഇയാൾക്ക് നന്നായിട്ട് സംസാരിക്കാറില്ലോ. അപ്പൊ ഇയാൾ ഇങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു രാജ്മോഹൻ, ഇയാൾ പറഞ്ഞു ഇതൊന്ന് പോരെ, ഇനി 2-3 കൗൺസിലിംഗ് കൂടെ ഉണ്ട്, സിറ്റിങ്ങിന് പറ്റത്തുള്ള. അടുത്തവണ വരുമ്പോൾ എനിക്ക് നല്ല ചില ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് വരണം. കാരണം ഞാനിങ്ങനെ ഈ മോട്ടിവേഷനൊക്കെ നമുക്ക് എൻ്റെ ഭാര്യയ്ക്ക് പിടുത്തില്ല. അവൾ സീരിയൽ നടിയും കണ്ട് സീരിയലൊക്കെ പരിപാടി, സിനിമയൊക്കെ നടക്കാണ്. ഞങ്ങൾ തമ്മിൽ അതുകൊണ്ട് എനിക്കൊന്നും കിട്ടാറില്ല, ഭക്ഷണമൊക്കെ ഇല്ല. ഇതൊക്കെയുള്ള സമൂഹത്തിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം മാറ്റി വെച്ചിരിക്കുന്നത്. അടുത്ത പ്രാവശ്യം സിറ്റിംഗ് കൊടുത്തു. ഇവർ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നു. അയാൾ വീണ്ടും ഭയങ്കര വാമായിട്ട് റിലേഷൻഷിപ്പായി. പക്ഷേ ഈ സ്ത്രീ നല്ലൊരു സ്ത്രീയാണ്. അവർക്ക് വേറെ ഇവർ മാനസികമായ കഴിഞ്ഞപ്പോൾ ഇയാൾ ഉദ്ദേശിച്ചതിൽ അടുക്കുന്നില്ല. ഇവർ പതി അടുപ്പിക്കാൻ നോക്കുവാണ്. ഇതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഭക്ഷണം കൊണ്ട് തന്നു. ഇയാളുടെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളും ഭാര്യ വേണ്ട പോലെ ഗവനിക്കുന്നില്ല എന്നുള്ള പരാതിയൊക്കെ പറഞ്ഞപ്പം ഇയാളങ്ങ്, ഈ സ്ത്രീ വീഴുമെന്ന് കരുതി വീണില്ല. ഇയാളുടെ ടോൺ പതിയെ മാറാൻ തുടങ്ങി. പലരുടെയും ഭാര്യ കുറ്റം പറഞ്ഞിട്ട് ആളെ വീഴ്ത്തുന്ന. ഇയാളുടെ ടോൺ മാറി. ടോൺ മാറിക്കപ്പോൾ ഇവർക്ക് പേടിയായി. ഇവർ പെട്ടെന്ന് തന്നെ ഇറങ്ങി പോരാൻ തുടങ്ങിയപ്പോൾ ഇയാൾക്ക് അതിന് കുത്തിയിട്ടിട്ട് ഇവരെ കയറി പിടിച്ചു. ഇവരിടുന്ന് കാറി. കോട്ടേഴ്സ് ആയതുകൊണ്ട് പെട്ടെന്ന് അവർ പറഞ്ഞു അയ്യോ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പണങ്ങിപ്പോയി. എന്നോട് വിളിച്ച് പറഞ്ഞാണ് ഈ സ്ത്രീ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ കേസ് കൊടുക്കാത്തെ? അയ്യോ അത് ഒന്നും ഭർത്താവിനോട് ഞാൻ പറഞ്ഞിട്ടില്ല, കാണാൻ പോയിട്ടില്ല, അത് ഗ്രഹപ്പഴയാവും. അതുകൊണ്ടാണ് ഞാൻ സ്ഥലപ്പേര് പറയാത്തത്. അപ്പം തൊഴിലും ഞാൻ പറയാത്ത അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ കേസ് കൊടുക്കുക. ഇല്ല, കേസ് കൊടുക്കാൻ പറ്റത്തില്ല. ഇവരെന്നോട് പറഞ്ഞു പലരും ഇങ്ങനെ. ഞാൻ ഞെട്ടിപ്പോയി. പക്ഷെ നമ്മളെങ്ങനെ വാർത്ത കൊടുക്കും? തെളിവുണ്ടോ? ഇല്ല. പരാതിയുണ്ടോ? അപ്പോഴേ ഞാൻ ഇയാളെ നോക്കി വെച്ചിരുന്നു. കുറേ നാൾ മുമ്പ് ഏതാണ്ട് സമാനമായ രീതിയിൽ ഒരു സ്ഥലത്ത് നിന്ന് സ്ഥലം തക്കലം പറയുന്നത് ഒരു സ്ത്രീ ഇവിടെ വിളിച്ചിരുന്നു. ഇയാളല്ല, വേറെ ആളാണ്. അയാളൊരു വലിയ ഇൻഫ്ലുവൻസർ ആണെന്നാണ് ഈ സ്ത്രീ പറയുന്നത്. അയാളുടെ പേര് വെച്ചിട്ട് ആ സ്ത്രീ വെളിപ്പെടുത്താൻ സമ്മതിച്ചു. 50 ലക്ഷം രൂപയാണ് പല തവണയായിട്ട് ഈ സ്ത്രീയുടെ തട്ടിയെടുത്തത്. ഒരുപാട് പേർക്ക് തട്ടിയെടുത്തത്. അപ്പോൾ രസകരമായ ഞാനും പറഞ്ഞു നിങ്ങൾ കാര്യം ചെയ്യും, നിങ്ങൾ പോലീസ് പരാതി കൊടുക്ക്, തട്ടിപ്പണാല്. അപ്പം ബാങ്ക് ട്രാൻസാക്ഷൻ വഴിയല്ല, ലിക്വിഡ് ക്യാഷാണ് കൊടുത്തേക്കണ ഇയാൾക്ക്. അപ്പം അവൻ ബുദ്ധിമാനാണ്. അപ്പോൾ പല പ്രമുഖർക്കൊപ്പം നിൽക്കുന്ന പടങ്ങളും കാണിച്ചാണ് ആയിരിക്കും. ഞാൻ പറഞ്ഞു എനിക്ക് അമേരിക്കൻ പ്രസിഡന്റ് നിൽക്കുന്ന പടം എനിക്കാണെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും, അത് നിങ്ങൾക്കറിയില്ല. അപ്പോൾ അവസാനം അവർ പറഞ്ഞു അല്ല എനിക്കൊരു പ്രശ്നമുണ്ട്, എൻ്റെ കുറച്ച് ഫോട്ടോയും വീഡിയോസും അയാൾക്ക് വെച്ചിട്ടുണ്ട്. തീർന്നു. അപ്പം ഞാൻ പറഞ്ഞ എന്നാൽ നിങ്ങൾ സൈബർ പറയാം. അപ്പം സൈബറുള്ളവർ കാണില്ലേ? സോ ആ ഒരു വെപ്പറുള്ള സ്ഥിതി, അവർ ഭർത്താവ് വിദേശത്താണെന്നോ ആണെന്നാണ്. അത് ഞാൻ ഇയാളുടെ പേര് വെച്ചിട്ട് ഇവർ പേര് വെളിപ്പെടുത്തിയില്ല. അപ്പോൾ നിങ്ങളെ വിളിച്ച് എന്തെങ്കിലും പരിഹാരം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ വിളിച്ചത്. ഞാൻ പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ നിയമ നടപടി സ്വീകരിക്കും. അല്ല അതല്ലാതെ വേറെ എന്തെങ്കിലും നമ്മൾ ഇടപെടണമെന്നാണ് ഇവർ ഉദ്ദേശിക്കണതാണ്. നമ്മൾ പക്ഷേ വാർത്തയാക്കരുത്. നമ്മൾ അങ്ങനത്തെ ഇടപെടൽ ഞങ്ങൾ ഒരിക്കലും നടത്താൻ. നിങ്ങൾ നിയമപര നടപടി സ്വീകരിക്കും, ഞങ്ങൾ ഉറപ്പായിട്ടും വാർത്ത കൊടുക്കാം. അപ്പോൾ എന്നിട്ട് ഞാൻ ഈ പറഞ്ഞു വന്ന കസ്ത ഇയാളെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു കുറച്ചുകൂടെ. അപ്പോൾ എനിക്ക് ഇയാളുടെ പ്രസംഗങ്ങളും എല്ലാം ഭയങ്കര ആവേശം നൽകിയിട്ടുണ്ട്. ഞാൻ ഇയാളുടെ കഥ ഇയാൾ പറഞ്ഞതാണ്. ഇയാൾ അപ്പൻ ഭയങ്കര മദ്യപാനിയായിരുന്നു. അമ്മ ഏതാണ്ട് വെറും 29 കിലോ അങ്ങാണ്ടുള്ള ഒരു പാവപ്പെട്ട സ്ത്രീ. അവരാണ് എപ്പോഴും അമ്മയെക്കുറിച്ചുള്ള സ്നേഹം ഇയാൾ ഇങ്ങനെ പറയും. ഈ അമ്മയോടുള്ള സ്നേഹവും ഭാര്യയോടുള്ള സ്നേഹവും കുടുംബത്തോടുള്ള സ്നേഹവും ഇയാളങ്ങ് പറഞ്ഞിട്ട് വീർപ്പ് മുട്ടിക്കും ആളുകൾ. സ്ത്രീകളോട് എനിക്ക് വലിയ ആദരവും സ്നേഹവും. അല്ല, അയാളുടെ അമ്മ അങ്ങനെയാണ്. അങ്ങനെ കുഞ്ഞുങ്ങൾക്കൊക്കെ മാതാപിതാക്കളുടെ ഇഷ്ടം ഉണ്ടാകുന്ന തരത്തിൽ ഇയാൾ വർത്താനം പറയാറുണ്ട്. അപ്പോൾ ഇയാൾ ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ കേട്ട് ഞാൻ ഈ സംഭവത്തിന് ശേഷം ഞാൻ അന്വേഷിച്ചപ്പോൾ ഞാൻ ഞെട്ടുന്ന കുറേ കാര്യങ്ങൾ കണ്ടെത്തി. ഞാൻ പോട്ടെ, കാരണം വെച്ചാൽ ഇയാളുടെ പേര് ക്രൈം ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നടപടിയില്ലല്ലോ. അപ്പം ഒന്ന് എന്താന്ന് വെച്ചാൽ ഇയാളുടെ അമ്മ ഈ മമ്പാട് വീട്ടിൽ അമ്മ ഒറ്റയ്ക്ക് താമസിക്കുക, തിരിഞ്ഞു നോക്കാറേയില്ല. ഇയാൾ അമ്മയോട് ഇത്ര സ്നേഹമാണ്, അമ്മ ഇങ്ങനെയാണ് പാലാണ് എന്ന് എല്ലാവരും അമ്മയെ സ്നേഹിക്കുന്നത്. ഈ കക്ഷി അമ്മയെ നോക്കാറില്ല. മമ്പാടെ വീട്ടിൽ ഇയാൾ അമ്മ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. ഭാര്യയായിട്ട് അയാൾ അന്നീ മറ്റേ വെറുതെ അല്ല ഭാര്യ എന്ന പരിപാടി പങ്കെടുത്തില്ലേ, അതുപോലും അഭിനയമായിരുന്നു. അന്നേ ഉടക്കായിരുന്നു. ഇയാളുടെ ചില ആവശ്യമില്ലാത്ത ഇടപാടുകളും ബന്ധങ്ങളും സാധനങ്ങളും അറിയാവുന്നതുകൊണ്ട് ഭാര്യയോട് ഇപ്പോൾ അവർ സെപ്പറേറ്റ് ആയി. എന്നിട്ട് ഇയാൾ വേറൊരു സ്ത്രീയുടെ കൂടെ കഴിയുന്നത്. വേറൊരു സ്ത്രീയോട് കഴിയാണ്, സെപ്പറേറ്റ് ആയി. ഭാര്യ ഈ നല്ല സ്ത്രീയാണ്, നല്ല മര്യാദക്കാരിയ സ്ത്രീയാണ്. അവർ ഇയാളെ സഹിക്കാൻ വയ്യാതെ പോയി. ഇത്തരത്തിലുള്ള
ആരോപണങ്ങളെ, സ്ത്രീകളെ ടോൺ ചെയ്യുന്നത് ഇതിൻ്റെയൊക്കെ ആശാനാണ്. അതേസമയം പുറത്ത് പറയുന്നത് മുഴുവനോ ചാരിറ്റി, സാമൂഹ്യ പ്രവർത്തനം, ഈ മറ്റേ മോട്ടിവേഷൻ, ഇതൊക്കെ വ്യാജമാണ്. ഇയാൾ മദ്രാസിലും കണ്ടുപോയി അലഞ്ഞു തിരിഞ്ഞ് നടന്നു, കുപ്പിവെള്ളം മാത്രം കുടിച്ച് ജീവിച്ചു, റെയിൽവേ കൂടെ യാത്ര ചെയ്തു, കൂലിപ്പണിയെടുത്തു. ഇയാളുടെ കഥയുണ്ട്. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്നു, ITA പഠിക്കുന്നു, അത് കഴിഞ്ഞിട്ട് പരീക്ഷ എഴുതുന്നു. ഇയാൾക്കൊരു പെങ്ങളുള്ള, അവരും പോലീസുകാരിയാണ്. അവരെ ഇയാൾ ഗവനിക്കാറില്ല. അപ്പം ഇയാളുടെ ഒരു ജീവിത വഴി കണ്ടെത്തിയിട്ട് വളരെ എളുപ്പത്തിൽ അയാൾക്ക് മനസ്സിലായി ഈ നന്നായിട്ട് സംസാരിക്കാൻ അറിയാമല്ലോ, ഈ സംസാരിക്കാൻ അറിയാവുന്ന ഈ പരിപാടി മാർക്കറ്റ് ചെയ്യാൻ. അതുകൊണ്ടാണ് ശരിക്കും ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് നമ്മൾ പറഞ്ഞ പരിപാടിയാണ് ചെയ്യുന്നത്. ഒരു പരിപാടിക്ക് 1 ലക്ഷം രൂപ ഇപ്പൊ പ്രതിഫലം. അങ്ങനെ മോട്ടിവേഷൻ പോയി കാശ് കിട്ടുന്നു, സുഖമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ തെറ്റില്ല. മോട്ടിവേഷൻ സ്പീക്കർ കാശ് മേടിക്കുന്നതിലൊന്നും തെറ്റില്ല. കാരണം ആളുകൾ കൊടുക്കുന്ന പ്രതിഫലമാണ്. അതിപ്പോ പക്ഷേ നമ്മുടെ ശശി തരൂരിന് വിദേശ യൂണിവേഴ്സിറ്റിയിൽ പോകുമ്പോൾ $1 ലക്ഷം കിട്ടും. വിദേശ യൂണിവേഴ്സിറ്റിയിൽ അവിടുത്തെ സ്പീച്ചിന് പോകുമ്പോൾ, അതായത് എല്ലാ ചെലവും കഴിഞ്ഞ് $1 ഏതാണ്ട് 1 കോടിയോളം അടുത്ത് രൂപ കിട്ടും. ശശി തരൂർ പോയി ഒരു പ്രസംഗം പറയുകയാണെങ്കിൽ ആലോചിച്ച് നോക്കി. എല്ലാ ബിസിനസ് ക്ലാസ്സിൽ കൊണ്ടുപോകും. അതെ, അമേരിക്കയിലൊക്കെ പോയി ശശി തരൂർ പ്രസംഗിക്കുമ്പോൾ കിട്ടുന്ന പൈസയാണിത്. അപ്പം അതിലൊന്നും തെറ്റില്ല. യഥാർത്ഥത്തിൽ ഇയാൾ പോലീസിൽ ഇരുന്നുകൊണ്ട് പോലീസ് സിസ്റ്റത്തെ ഉപയോഗിച്ച് അയാൾ ആദ്യം ജോലി ചെയ്യാതെ ഇയാളുടെ സെൽഫ് ബ്രാൻഡിങ് നടത്തി. ആ സെൽഫ് ബ്രാൻഡിങ് അതായിരുന്നല്ലോ ആദ്യത്തെ ജോലിക്ക് പോകത്തില്ല. ഈ സെൽഫ് ബ്രാൻഡിങ്ങിന് ഓർക്കണം, ഇയാൾ ശമ്പളം മേടിച്ചുകൊണ്ടായിരുന്നു ഈ പരിപാടിക്ക്. അതിനെ എതിർത്തപ്പോൾ അയാൾക്കെതിരെ നമ്മൾക്ക് പോലും വാർത്ത കൊടുക്കേണ്ടി വന്നു. ഏതൊരു ഫംഗ്ഷൻ യൂണിഫോം ഒരു ചിത്രം ഉണ്ടായിരുന്നു. അതിനെ ഒരു നിലപാട് ഒരു പോലീസ് ഓഫീസർ എടുത്തപ്പോൾ ആ എടുത്ത ഓഫീസർക്ക് നമ്മൾ പോലും വാർത്ത കൊടുത്തു. ഇതാണ് ഈ സാമൂഹിക അന്തരീക്ഷം ഉണ്ടാക്കുന്ന ഒരു വളരെ കണ്ണിങ് ആയിട്ട് സംസാരിക്കാൻ ഇടപെടാൻ അറിയാം. അപ്പോൾ ഞാൻ ഈ ഫിലിപ്പ് മമ്പാട്ടിൻ്റെ കാര്യത്തിൽ അതുകൊണ്ട് എനിക്ക് വലിയ ഞെട്ടലുണ്ടായില്ല എന്ന് മാത്രമല്ല, ഞാൻ ഇന്ന് ഇയാളെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ എന്നോട് ചില വനിതാ പോലീസുകാർ എന്നോട് പറഞ്ഞത്, സാറേ ഇതൊക്കെ നിങ്ങൾക്കല്ലായിരുന്നു അയാളൊക്കെ വലിയ ബിംബം. ഞങ്ങളെ പലരും വിളിച്ചിട്ട് അയാളുടെ നമ്പർ ചോദിക്കുമ്പോൾ ഞങ്ങൾ ചിരിക്കും. ആ പെണ്ണുങ്ങളുടെ അവസ്ഥ എന്നാന്ന് ഓർത്ത് ഞങ്ങൾ ചിരിക്കുമായിരുന്നു. ഇനി സാറ് നോക്കിക്കോ, എന്നോടൊരു ഇന്നൊരു വനിതാ പോലീസുകാരോട് പറഞ്ഞാണ്, സാറ് നോക്കിക്കോ, ഇനി ഇതുപോലെ പടപടാതെ കേസ് വരാൻ പോവാണ്. പലരും നാണക്കേട് കാരണം മിണ്ടാതിരുന്നാണ് ഇനി വരാൻ പോകുന്നത്. പരാതിയായിട്ട് വരും. അപ്പം ഞാൻ നമ്മുടെ വിഷയം രാജ്മോഹൻ, അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോകുന്നത് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ ഇങ്ങനെ കുറേ ആളുകളെ കൃത്യമായി മാർക്കറ്റിംഗ് നടത്തി ആളുകളുടെ സിമ്പതി ഉണ്ടാക്കി ആളുകളുടെ പിന്തുണ ഉണ്ടാക്കി നമുക്ക് കള്ളനാണയങ്ങൾക്ക് വിരാജിക്കാം. ഇവരുടെ തനി നിറം അറിയാമെങ്കിൽ പോലും അത് പറഞ്ഞ ആളുകൾ ചീത്ത വിളിക്കും. ഞാൻ ഉദാഹരണം പറയാം. ഇപ്പം എനിക്കറിയത്തില്ല കള്ള നാണയമാണോ അല്ലയോ എന്ന്. പക്ഷെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കൗതുകത്തോടു കൂടി കാണുന്ന ഒരു വീഡിയോ ആണ്. ഈ അച്ചായൻ ജ്വല്ലറിയോ, അച്ചായൻ ജ്വല്ലറി. അപ്പോൾ ഒരു പ്രത്യേകതരം കളർ ഉടുപ്പൊക്കെ ഇട്ട് പ്രത്യേകതരത്തിൽ ഇൻസേർട്ട് ചെയ്തിട്ടിരിക്കുന്ന അത് കാണാറുണ്ട്. അപ്പോൾ എനിക്ക് അയാളുടെ വിശദാംശങ്ങളൊന്നും അറിയത്തില്ല. പക്ഷെ പുള്ളി ഒരു പ്രാഞ്ചിയായിട്ടാണ് തോന്നിയിട്ടുണ്ട്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് അയാൾ ചെയ്യുന്ന ഒരു കാര്യം, നമുക്ക് അയാൾ പണം പാവപ്പെട്ടവർ കൊടുക്കാറുണ്ട്. അത് എങ്ങനെ പണം ഉണ്ടാക്കുന്നു, എങ്ങനെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അയാളെ കുറിച്ച് അടുത്ത കാലത്ത് ആരൊക്കെയോ ചില വിമർശനം, അയാൾ എന്തോ പെണ്ണ് കേസൊക്കെ പറഞ്ഞിരുന്നു. ഞാനത് നിജസ്ഥിതി ഒന്നും അന്വേഷിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ശ്രദ്ധിച്ച 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ അച്ചായൻ്റെ വീഡിയോകൾക്ക് കിട്ടുന്ന വ്യൂ എന്ന് പറയുന്നത് മറ്റാർക്കുമില്ല. മില്യൺസ് ആണ്. അത്രയധികം ആരാധകർ. ഈ അച്ചായനെ ആരെങ്കിലും ഒന്ന് വിമർശിച്ചേ കുത്തിക്കൊന്നു കളയുവാണ്. അപ്പം ഞാൻ അച്ചായൻ്റെ ക്വാളിറ്റിയെ കുറിച്ചോ മോശത്തെക്കുറിച്ചോ അന്വേഷിക്കാൻ പോയിട്ടില്ല. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ലൈംഗികാപവാദ കേസ് ഉണ്ടായപ്പോൾ, സത്യമാണെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ, സോഷ്യൽ മീഡിയയിലൊരു ബേസ് ഉണ്ടാക്കിയെടുത്താൽ ആ ബേസിൽ ജനം അങ്ങ് വിശ്വസിച്ചങ്ങ് മുമ്പോട്ട് പോകും. സീയിങ് ഈസ് ബിലീവിങ് എന്ന് നമ്മൾ ഇംഗ്ലീഷ് പറയുമല്ലോ, അതാണ് സംഭവിക്കുന്നത്. നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മറ്റേ മുരാരി തന്ത്രി എന്ന് പറഞ്ഞൊരു തട്ടിപ്പാരനെ പോലീസ് പിടിച്ചിരുന്നല്ലോ. ഒരു അയാൾക്ക് സ്വന്തം യൂട്യൂബ് ചാനലുണ്ട്. ഞങ്ങളിവിടെ ഡെസ്കിൽ ഞങ്ങൾ യൂട്യൂബ് ചാനൽ നോക്കുമ്പോൾ കാണുന്നത്, ഇയാൾ അതിവിചിത്രമായ രീതിയിൽ ദേഹം നിറയെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട് ഇയാൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നു, ഓരോന്ന് അഭിനയിച്ച് കാണിക്കുന്നു, മാപ്പിളപ്പാട്ട് പാടുന്നു. എന്നിട്ട് കഴിഞ്ഞ ദിവസം ഒരാളോട് വന്നിരുന്നു 60 ലക്ഷം രൂപ പറ്റിച്ചെന്ന് പറഞ്ഞ് ഇവിടെ ഒരാൾ വന്നിരുന്നു. അപ്പോൾ ഇയാളെ പോലുള്ള ഈ ചില ആത്മീയമായ ആളെ പറ്റിക്കാൻ നടക്കുന്ന കുറേ ആളുണ്ട് ഈ മേഖലയിൽ തന്നെ. ഈ പറഞ്ഞ ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ് രാജഭവൻ അത് പിന്നെ പറ്റിപ്പാണ്. ഞാൻ പറയുന്നത്, നമ്മുടെ മുമ്പിൽ സൂപ്പർ സ്റ്റാറുകളായി അറിയപ്പെടുന്ന വ്യക്തികൾ, ആ നന്മമരമായി ചാരിറ്റിയായി, എന്താ പറയണത്, ഈ ലോകത്തിൻ്റെ, ഞാൻ ഉദാഹരണം പറയാം, ഈ ജിജി മാരിയുടെ കേസ്, അന്ന് നമ്മൾ ഏറ്റെടുത്ത കേസ്, ആ കേസെടുത്ത് സത്യം പറഞ്ഞാൽ ഞാൻ മറ്റേ സ്പ്രിംഗ് ഗാർഡൻസിലെ ദന്താശുപത്രി ഞാൻ പോയായിരുന്നു. അവിടുത്തെ കുര്യൻ ഡോക്ടർ പറഞ്ഞ ഡോക്ടറുണ്ട്, നല്ല ഡോക്ടർ, സീനാണ്.
എന്നെ പല്ല് നോക്കാൻ നേരത്തോണ്ട് പറഞ്ഞു, അതെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ പറഞ്ഞാൽ ഭരതാടൻ്റെ ഒരു നിലവാരത്തിന് ചേരാത്ത കേസ് പിടിക്കരുത്. ഞാൻ ചെന്നു, ഞാൻ ജിജി മാരിയോയും ഭർത്താവും തമ്മിൽ നിങ്ങൾ എന്തിനാണ് പറയാൻ പോകുന്നത്, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അപ്പം ഇവര് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര കക്ഷികളാണ് ഇവര്. അല്ല, ഞാൻ ഇതിലൊക്കെ എടുത്തൊരു നിലപാട്, എനിക്കിപ്പം ഈ മന്ത്രിമാരിൽ ഏറ്റവും കൂടുതൽ വിദ്വേഷം പി രാജീവിനോട്. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, പിണറായി വിജയന് ധാർഷ്ട്യമുണ്ടെന്ന് നമുക്കൊക്കെ അറിയാം. അപ്പോൾ അയാൾ ധാർഷ്ട്യം കാണിക്കുന്നു, നമുക്ക് വിമർശിക്കാമെങ്കിലും അത് അയാളുടെ ബേസിക് നേച്ചറാണ്, ക്യാരക്ടറാണ്. പക്ഷെ പി രാജീവ് എന്ന് പറയുന്ന ആള് എന്താണോ ഉള്ളിലിരിക്കുന്നത് മറച്ചു വെച്ച് പച്ചക്കള്ളം ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞ് അവതരിപ്പിച്ച് ഭയങ്കര നന്മയുള്ള ഒരു മഹാനായ ഒരു പി രാജീവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കിയാൽ ലോകത്തെ ഏറ്റവും സമ്പന്നമായ ദേശം കേരളമാണ്. കേരളത്തിലെ വ്യവസായങ്ങൾ ഇങ്ങനെ ലോകത്തെ വ്യവസായങ്ങൾ വരുന്നു, ആർക്കും വരാം, ഇത്രയും ഒരു സ്വർഗം ലോകത്തിൽ. അപ്പോൾ ഈ കാപട്യവും നുണയുമാണ് വിമർശിക്കുക. ഇവിടെയാണ് ജിജി മാരിയോയുടെ കാര്യം. ജിജി മാരിയോ മദ്യപിക്കുന്നോ വേണ്ടയോ എന്നുള്ളത് ജിജി മാരിയുടെ വ്യക്തിപരമായ കാര്യം. അത്രേ ഉള്ളൂ. ജിജി മാരിയോ മദ്യപിച്ച് ലെക്ക് കെട്ടിട്ട് ബഹളം വെക്കുന്നു എന്ന് പറയുന്നത് പോലും ഞാൻ മദ്യപിക്കുന്ന ആളാണ് അതിൽ. പക്ഷെ ജിജി മാരിയോ മദ്യപാനത്തിനെതിരെ സംസാരിക്കുന്നു. നിങ്ങൾ ഭർത്താവിൻ്റെ എന്തുണ്ടെന്ന് കണ്ടെന്ന്, ഭർത്താവിൻ്റെ നര കണ്ടിട്ടുണ്ടോ എന്ന്, കെട്ടിപ്പിടിക്കണം, ഉമ്മ വെക്കണം, ചുംബിക്കണം എന്നൊക്കെ കെട്ടിപ്പിടിക്കാറുണ്ടോ ചോദിക്കാം. അവരെ അയാളെടുത്ത് തല്ലുക, അയാളുടെ പേര് കള്ളക്കേസ് കൊടുക്കുക, അയാളെ ജയിലിൽ അടയ്ക്കാൻ ശ്രമിക്കുക. ഈ ഒരു കാപട്യമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത്, ഈ ജിജിമാരിയോട് വിഷയം ഉണ്ടാവുന്നവരെ അവർക്ക് എന്തൊരു ആരാധകരായിരുന്നു. ഇത്തരത്തിൽ ഇപ്പം ഞാൻ ഈ ഞെട്ടലോടുകൂടി മനസ്സിലാക്കിയ സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇപ്പം യൂട്യൂബർമാർ, അതായത് പലതരത്തിൽ യൂട്യൂബർമാരുണ്ട്. ഈ ട്രാവലോഗൊക്കെ നടത്തുന്ന യൂട്യൂബ്, നമ്മുടെ സുജിത് ഭക്തനെ പോലെ അല്ലെ പേളിമണിയെ പോലുള്ള പക്ക പ്രൊഫഷണൽ യൂട്യൂബർമാരുണ്ട്. നമുക്ക് അവർ യൂട്യൂബർമാരാണ്. അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ, അവർ യാത്ര ചെയ്യുന്നു, ഭക്ഷണത്തെ കഴിക്കുന്നു, ആ വിവരം ലോകത്തോട് പറയുന്നു, ലോകം അത് കാണുന്നു, ഇഷ്ടപ്പെടുന്നു. യാത്ര ചെയ്യുന്ന വിമാനത്തിന്റെ പ്രത്യേകതകൾ പറയുന്നു, ട്രെയിനിൽ പോകുമ്പോൾ അതിന്റെ പ്രത്യേകത, പേളിമാണി ആവട്ടെ ഒരു നല്ലൊരു പേളിമാന ഷോ എന്ന് കരുതി ഇത്തരത്തിലുള്ള യൂട്യൂബുകളല്ലാതെ സ്റ്റഫ് സ്വന്തമായിട്ടില്ലാതെ രൂപപ്പെട്ട് വന്ന എന്തെങ്കിലുമൊക്കെ ആരെയൊക്കെ തെറി വിളിച്ചും കുറേ യൂട്യൂബർമാരുണ്ട്. ഈ പ്രത്യേകിച്ച് അത് ന്യൂസ് ഓറിയൻറ്റഡ് യൂട്യൂബർമാരാണ്. ഇങ്ങനെ വിളിക്കുന്ന ചിലരുടെ സംഭാഷണ ശൈലി കൊണ്ടും അവർ ധീരന്മാരാണെന്നും അവർ ഭയങ്കര പ്രഗത്ഭന്മാരാണെന്നും ജനം ധരിച്ചു പോവാറുണ്ട്. പക്ഷെ ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു പഠനം നടത്തി. കേരളത്തിൽ അറിയപ്പെടുന്ന യൂട്യൂബർമാരെ കുറിച്ച്, വാർത്ത ചെയ്യുന്ന യൂട്യൂബർമാർ, ഞാൻ ആരുടെയും പേര് പറയാനോ ആരെയും ഞാൻ ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവരിൽ ഒന്നോ രണ്ടോ പേരൊഴിച്ചാൽ എല്ലാവരും മണി മോട്ടീവ് ചെയ്യുകയും ബ്ലാക്ക് മെയിൽ ചെയ്യുകയും സെറ്റിൽ ചെയ്യും. ഞാൻ വളരെ നിരാശയോടുകൂടി ഞാൻ അറിഞ്ഞ ഒരു സംഭവം, അറിയപ്പെടുന്ന വളരെയധികം ആരാധകരുള്ള ഒരു യൂട്യൂബർ ഒരു ധനകാര്യ സ്ഥാപനത്തിന് 50 ലക്ഷം രൂപ കൈപ്പറ്റിയ ശബ്ദരേഖ പുറത്തു വന്നു. എക്വലി വാങ്ങി. കോട്ടയത്തുള്ള ഒരു പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനത്തിൻ്റെ എന്തൊരു വാർത്ത വന്നപ്പം അത് മുക്കാൻ വേണ്ടി 50 ലക്ഷം രൂപ മേടിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. ആ ശബ്ദരേഖ കേട്ടപ്പോൾ ഞാനത് വെരിഫൈ ചെയ്തു, അയാൾ മേടിച്ചു സത്യമാണ്. അപ്പോഴാണ് ഞാൻ അറിയുന്നത്, മറ്റൊരു ധനകാര്യ സ്ഥാപനത്തെക്കുറിച്ച് അയാൾ കാശ് മേടിക്കാൻ വേണ്ടി പലതവണ വാർത്തകൾ ചെയ്യുന്നു. അങ്ങനെ വാർത്തകൾ ചെയ്ത് അവസാനം അവർ കാശ് തരാം എന്ന് പറയുന്നു. ഇയാളെ വിളിച്ചു വരുത്തുന്നു, ചർച്ച നടത്തുന്നു. ഹോട്ടലിൽ വെച്ചാണ്. ഈ ഹോട്ടലിൽ വെച്ച് ചർച്ച നടത്തുന്നതിനിടയിൽ ആ ധനകാര്യ സ്ഥാപനം ഒരു ഗുണ്ടാസംഘത്തെ ഏർപ്പാടാക്കി എടുത്തിട്ടങ്ങ് ചാർത്തി ചോര ഒലിക്കുന്ന വീഡിയോ എടുത്തു. എന്നെ ഒരാളെ വീഡിയോ കാണിച്ചു, എന്നിട്ട് അയാളെ അടിമയാക്കി. ഞാൻ പിന്നീട് എന്നെ ഒരാൾ കാണിക്കുന്ന വീഡിയോ, ഈ പറയുന്ന യൂട്യൂബറെ ഈ ധനകാര്യ സ്ഥാപനത്തിന്റെ മുതലാളിയായ പ്രാഞ്ചിയേട്ടന്റെ കാലിലേക്ക് ഒരു വെള്ള ചെരുപ്പ് ഇട്ടു കൊടുക്കുക, ചെരുപ്പിടിപ്പിച്ചു കൊടുക്കുവാണ്. ഞാൻ പക്ഷെ എന്നിട്ട് ഇയാളുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അയാൾക്ക് ഒരുപാട് ആരാധകർ ഇപ്പോഴും ഉണ്ട്. അതേപോലെ തന്നെ മറ്റൊരു ഈ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു യൂട്യൂബർ എന്ന് പോലും പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ലാതെ തന്നെ അറിയപ്പെടുന്ന ഒരു യൂട്യൂബ് ചാനൽ, വാർത്താ ചാനലാണ്. ചില ആളുകൾ കരുതുന്നത് ഇത് സംഘപരിവാറിൻ്റെ സ്വന്തം മുഖപത്രമാണ്. പക്ഷെ ഇവരെ എത്ര ആളുകളോടാണ് ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം സംഘടിപ്പിച്ചിരിക്കുന്നതിൻ്റെ എവിഡൻസുമായിട്ട് ഒരാൾ എൻ്റെ അടുത്ത് വന്നു. പാലാലൊരു സ്കൂളുകാർ വന്നു, പല ആളുകളും. പക്ഷെ ഞാൻ എടുത്തിരിക്കുന്ന പോളിസി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ യൂട്യൂബർമാരുടെ പുറത്ത് കയറാൻ പോകണ്ട. കാരണം എന്നാ വെച്ചാൽ 2 പ്രശ്നമുണ്ട്. ഒന്ന്, ഈ യൂട്യൂബർമാരെ നമ്മൾ പ്രൊമോട്ട് ചെയ്താൽ അവരെക്കുറിച്ച് നമ്മൾ മോശം പറഞ്ഞാൽ അവർക്ക് പ്രൊമോഷൻ പബ്ലിസിറ്റി ആവും. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഇത്തരത്തിൽ ഇവിടെ അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഇപ്പം അൽ മുക്താദിർ എന്ന് പറയുന്ന തട്ടിപ്പ് നമ്മൾ വാർത്ത കൊടുക്കുക വേറൊരു സംഭവമാണ്. നമ്മൾ പല തട്ടിപ്പും കൊണ്ടുവരും. നമ്മൾ തട്ടിപ്പ് കൊണ്ടുവരുമ്പം ഈ അറിയപ്പെടുന്ന ബ്രാൻഡുകളാണെങ്കിൽ അവരപ്പം തന്നെ ഇപ്പം നമ്മളിപ്പം ആലൂക്കാസിനെ കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള അറിയപ്പെടുന്ന ഒരാളുമായി ബന്ധപ്പെട്ട വാർത്ത കൊടുത്തു വെച്ചോളൂ.
അപ്പോൾ അവർ ചെയ്യുന്ന അപ്പം തന്നെ അവർ കേരളത്തിലെ മനോരമ, മാതൃഭൂമി, സകല പത്രങ്ങൾ ഒന്നാം പേജിൽ പരസ്യം ഫുൾ പേജ് അങ്ങ് കൊടുക്കും. എല്ലാ ചാനലിലും പരസ്യം കൊടുക്കും. അവരതങ്ങ് വിട്ടുകളയും. അത്ര അറിയപ്പെടാത്ത ഒരു ബ്രാൻഡാണ് ഇപ്പോൾ അൽമുക്താദ്. അൽമുക്താദിന് പരസ്യം കൊടുത്തിരുന്നെങ്കിൽ പോലും അവരൊരു കുഴപ്പത്തിലാക്കി നമ്മൾ വാർത്ത കൊടുക്കുമ്പോൾ ഈ യൂട്യൂബർമാർ, ഇങ്ങനെ ചില യൂട്യൂബർ വിലക്കെടുക്കും, എന്നിട്ട് ഇവരെ അങ്ങ് വിളിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇത്തരത്തിൽ പക്ഷേ ഇതൊന്നും ഇവിടുത്തെ ജനങ്ങൾ അറിയുന്നില്ല. ഇല്ല, കാരണം ഇത് കാണുന്നത് സത്യമാണെന്ന്, മാധ്യമങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ ഇവിടെ ഉണ്ട്. ഈ തട്ടിപ്പാർക്കെല്ലാം അവസരം കിട്ടുന്നത് ഇങ്ങനെയാണ്. അതായത് നമ്മുടെ മുമ്പിൽ നന്മമരമായി നിൽക്കുന്ന ഈ സോഷ്യൽ മീഡിയ കാലത്തുള്ള പല ആളുകളും യഥാർത്ഥ തട്ടിപ്പുകാരാണ്. ഈ തട്ടിപ്പിൻ്റെ ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ ഒന്നും പിറകെ ഞാൻ നമ്മളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സാധനം അപ്പം തന്നെ ഇത് വാർത്തയാവും. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ അത്രയേറെ ശ്രദ്ധിച്ച് ഞാൻ എൻ്റെ ടെലിഫോണിൽ സംസാരിക്കുന്ന പോലെ ഇപ്പോൾ എന്നെ ഒരാൾ വിളിച്ചൊരു കാണണം എന്ന് പറഞ്ഞാൽ ഞാൻ അനുവാദം കൊടുക്കത്തില്ല. ഞാൻ ചോദിക്കും എന്താണ് കാര്യം, നേരിട്ട് കണ്ടല്ലേ പറയാൻ പറ്റും. ഞാൻ പറഞ്ഞു സോറി, കാരണം ഇവൻ നാളെ വന്നിട്ട് ഞാൻ ഷാജൻ സ്കറിയുടെ അടുത്ത് പോയി കാശ് കൊടുത്തു പറഞ്ഞാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് ഞാൻ പരമാവധി ആളുകളുമായിട്ടുള്ള മീറ്റിംഗ് പോലും ഒഴിവാക്കി. മാത്രമല്ല ഇവിടെ ഫോൺ ചെയ്യുന്ന ചില ആളുകൾ ഇതേപോലെ വാർത്തകൾ വരുമ്പോൾ വിളിച്ചിട്ട് അവർ ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ എത്രയാണ് നിങ്ങളെ റേറ്റ് എന്നാണ്. അത് പിന്നെ അറിവില്ലായ്മ കൊണ്ട് അല്ല, ചില സീരിയസ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പറയാം, കാര്യം മറ്റേ സ്ഥലത്ത് പോയ അനുഭവം വെച്ചായിരിക്കും അവിടെ കാശ് അറിവില്ലായ്മയാവാം. കാരണം ഞാൻ ദീപികയിൽ ഇടുക്കി വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ആളുകൾ വെറും വാർത്ത, അത് മറ്റേ അവരുടെ അമ്പലത്തിലെ പള്ളിയിലെ ഒരു പെരുന്നാൾ, നമുക്കൊരു കോളേ കൊടുക്കാൻ പറ്റും. ഈ ഒരു കോളത്തിൽ ഒരു 2 പാര ഈ വാർത്ത കൊടുക്കും. ഇവർ ഏലക്ക കൊണ്ടുതരും, ഇത് കൊടുക്കാൻ പറ്റും നമുക്ക്. ദീപിക വർക്ക് ചെയ്തിരിക്കും. ഇവരുടെ വിചാരം കൊടുത്താലേ ഒരു വാർത്ത കൊടുക്കുള്ളൂ എന്ന് മാത്രമല്ല, പണ്ടൊക്കെ രാജ്മോഹൻ ഈ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് മദ്യവും മറ്റും വാങ്ങിക്കൊടുത്താൽ മാത്രമേ വാർത്തകൾ വരുമായിരുന്നു. ഇന്നിപ്പോ എല്ലാവരും ഇവരിപ്പോഴും പഴയ ഓർമ്മയിൽ വിളിക്കുന്നതാണ്. പക്ഷെ ഞാൻ പറഞ്ഞത്, നമ്മുടെ മുമ്പിൽ ഈ നന്മമരങ്ങൾ എന്ന് അറിയപ്പെടുന്ന പലരും യഥാർത്ഥത്തിൽ അവരങ്ങനെയല്ല. ആളുകൾ അവരെ വിശ്വസിച്ച് മുമ്പോട്ട് പോകും. എത്രയോ ആളുകൾ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന സംഭവങ്ങളുണ്ടോ? നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടല്ലോ. നമ്മളെ ഓർമ്മ ഉണ്ടായിരിക്കും, നേരത്തെ ആ കൊല്ലത്തൊരു കൊച്ചുകുട്ടി തട്ടിക്കൊണ്ട കേസ് ഉണ്ടല്ലോ. ആ അനുപം എന്ന് പറഞ്ഞ ആ കുട്ടി നിരന്തരമായി ഇംഗ്ലീഷിൽ ആളുകൾ ബോധിപ്പിക്കുകയായിരുന്നു, സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം, എങ്ങനെ മര്യാദ ജീവിക്കണം, എങ്ങനെ നമ്മൾ ജീവിതത്തിൽ പാലിക്കേണ്ട ചിട്ടകളെ കുറിച്ചൊക്കെ. 5 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ വീഡിയോകൾ വരുമായിരുന്നു. ഞാൻ ഓർത്തിരുന്ന അവള് ഈ ഹോളിവുഡിലെ സാധനങ്ങൾ എടുത്തിട്ട് അതുകൊണ്ട് അല്ലാതെ പുള്ളിക്കാരി നന്നായി നല്ല മനോഹര ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ വല്ലാത്ത സ്വാധീനം ആ കുട്ടിക്കൊന്നും ഉണ്ടായിരുന്നു. അല്ല, അവളുടെ ഇംഗ്ലീഷ് ഒന്നും ആയിരുന്നില്ല. പിന്നെ അവൾ ബുദ്ധിപരമായി അന്ന് AI ഉപയോഗിച്ചു. ഇന്നല്ലേ എല്ലാവർക്കും AI അറിയാം. അന്ന് AI ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഈ മറുനാടൻ TV-യില് എൻ്റെ വീഡിയോ വരുന്നുണ്ടല്ലോ, ചിലതിൽ ഇംഗ്ലീഷിൽ ശബ്ദം നമ്മൾ കേൾക്കുമായിരുന്നു. അതൊക്കെ വെച്ചാൽ എൻ്റെ ആ ഒരു ശബ്ദം പോലും അവരത് കറക്റ്റ് AI ജനറേറ്റ് ചെയ്തിരുന്നു. മാത്രമല്ല ഇപ്പം തൊപ്പി മീശ എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ ഇഷ്ടം പോലെ ഇറങ്ങിയല്ലേ. ഇത് എന്താണ്, ആരാണെന്നുള്ളത് ഇവർക്കല്ല ഇത്രയും ഫോളോവേഴ്സ് കിട്ടുന്നതാണ് നമ്മൾ സ്വാഭാവികം. അല്ല, അത് നമ്മൾ മനസ്സിലാക്കുന്നതിനപ്പുറത്തൊരു ലോകമുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ലോകമല്ല യഥാർത്ഥ ലോകം. നമുക്കറിയാവുന്നത് ഈ പറയുന്ന നമ്മൾ പത്രത്തിൽ കാണുന്ന TV കാണുന്ന ലോകമാണ്. പത്രത്തിനും TV എത്ര പേര് രാജ്മോഹൻ ഈ കേരളത്തിൽ 11ാമത്തെ ചാനൽ തുടങ്ങി മലയാളത്തിൽ. ഈ 11ാമത്തെ ചാനൽ തുടങ്ങിയ ഈ മലയാളത്തിൽ എത്ര ആളുകൾ, മലയാളി 3.5 കോടി ജനങ്ങൾ എത്ര പേര് വാർത്ത കാണുന്നുണ്ട്? നിങ്ങളൊരു ചാനൽ നടത്തിയ ആളാണ്. അല്ല, ഈ വാർത്ത കണ്ടിരുന്നെങ്കിൽ നമ്മളെ ഇത്രയും കുറ്റകൃത്യങ്ങൾ തട്ടിപ്പുകൾ നടക്കില്ല. അറിയില്ല. ഇന്ന് തന്നെ ജയകുമാർ എന്ന് പറയുന്ന പേരുള്ള ഒരാള്, ഒരു തൃശ്ശൂരുകാരനാണ്, ജയകുമാർ എന്ന് പറയുന്ന അയാളെ ലോൺ ആപ്പ് വഴി അയാളെ കൊടുത്തു. എന്നിട്ട് അയാളുടെ നഗ്ന ചിത്രങ്ങളൊക്കെ പുറത്തു. ഞാൻ പറഞ്ഞു, എൻ്റെ ജയകുമാർ, ഇതിൽ പുതുമയില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ കുറേ കാലമായി നടക്കുന്ന വളരെ പഴഞ്ചൻ തട്ടിപ്പാണിത്. ഇതൊന്നും ആരും അറിയാതെ പോകുന്നത്. അതുമല്ല, നമ്മുടെ നിർമ്മല സീതാരാമന്റെ പടം കണ്ടുകൊണ്ട് പൈസ അയച്ചു കൊടുത്തു പറഞ്ഞ് ഇപ്പോഴും ഇവിടെ ആൾ വിളിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ അതൊക്കെ പോട്ടെ, തട്ടിപ്പ് എപ്പോഴും നടക്കും. പക്ഷെ ഞാൻ പറയുന്നത്, നമ്മുടെ മുമ്പിൽ ഈ മാന്യന്മാരായി ഞെളിഞ്ഞു നിൽക്കുന്ന മഹാന്മാരെന്ന് പറയുന്ന മിക്കവരും, നിങ്ങൾക്ക് മാത്രമേ സത്യം പറയാൻ പറ്റത്തുള്ളൂ, നിങ്ങളാണ് ധീരൻ എന്നൊക്കെ അടിയിൽ പല യൂട്യൂബർമാരുടെയും ഈ പറയുന്ന, ഞാൻ ഈ ബ്ലാക്ക് മെയിലിംഗ് നടത്ത പല യൂട്യൂബർമാരുടെയും വീടിൻ്റെ അടി ഞാൻ പോയി കമന്റ് നോക്കും. ധീരമായ പത്രപ്രവർത്തനം പത്രപ്രവർത്തനം. പക്ഷെ ഇവന്മാരൊക്കെ യഥാർത്ഥത്തിൽ നമ്മളെപ്പോലെ വളരെ അപൂർവം പേര് മാത്രമേ കാണത്തുള്ളൂ. എന്ത് സംഭവിച്ചത്, നമ്മൾ പ്രൊമോഷൻ പോയിട്ട് പരസ്യം പോലും നമ്മൾ പിടിക്കുന്ന വളരെ സൂക്ഷിച്ചു. ഇവിടെ പലരും വിളിച്ചു ചോദിക്കാറില്ല പ്രൊമോഷൻ എടുക്കാറുണ്ട്. ഇന്നും എന്നെ വിളിച്ചു ചോദിച്ചു. എന്നാൽ നമ്മുടെ ആ സാബു കൊട്ടോട്ടി എന്ന് പറയുന്ന മലപ്പുറത്തുനിന്ന് ഒരു യൂട്യൂബറുണ്ട്. സാബുവിനോട് ചോദിച്ചു, ഒരു പരസ്യം
തരാനുണ്ട്. ഒരാൾ എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു സാബു എനിക്ക് ഏത് പരസ്യമാണെന്ന് പോലും കേൾക്കണ്ട, താല്പര്യമില്ല. ഒരാൾ വിളിച്ചിരുന്നത് അതായത് വലിയ കായം കമ്പനിയുടെ ഒരു ആളാണ്. നിങ്ങൾ പരസ്യം എടുക്കില്ലെന്നാണ് കേട്ടത്, സത്യമാണെന്ന് വരുവാൻ വേണ്ടി ചോദിച്ചാണ്. നമ്മൾ പരസ്യം എടുക്കില്ല, ഞാൻ പറഞ്ഞ എടുക്കുന്നില്ല എന്ന്. നമ്മൾ ആലോചിക്കുന്നുണ്ട്, പക്ഷെ അത് നമ്മൾ കുറെ മാനദണ്ഡം ഒക്കെ പ്ലാൻ ചെയ്ത് അങ്ങനെ ഇപ്പൊ തൽക്കാലം നമ്മൾ പരസ്യം എടുക്കും. ചാനലുകളിൽ എപ്പോഴും നമ്മൾ പറയാറുള്ള കാര്യം ഈ പിന്നെ ഈ അവിടെ വാർത്ത കൊടുക്കണോ പോകണ്ടോ എന്ന് തീരുമാനിക്കുന്ന മാർക്കറ്റിംഗ് മാനേജർ ആണെന്നുള്ള അവസ്ഥയിലെത്തും. അല്ല, എന്നിട്ട് ഇവരെല്ലാം പോയി ഇപ്പൊ ഈ മുമ്പേ പറഞ്ഞ ആ യൂട്യൂബർ ഒരാളോട് പറഞ്ഞ ഒരു ഡയലോഗ് അയാൾ എന്നോട് പറഞ്ഞാണ്, എൻ്റെ ലക്ഷ്യം 10 കോടി രൂപ ഉണ്ടാക്കുക എന്നുള്ളതാണ്, എന്നിട്ട് സമാധാനത്തിൽ ജീവിക്കുക. അതിനാണ് ഞാനിപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. ഒരു യൂട്യൂബർ സാമൂഹ്യ വിപ്ലവത്തിന് വേണ്ടി രംഗത്തിറങ്ങി ആഞ്ഞു പിടിച്ച് ബഹളം വെച്ച് തെറിയൊക്കെ വിളിച്ച് വാട്ടായിപ്പെടാൻ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കക്ഷിയുടെ ഡയലോഗാണ്. 10 കോടി രൂപ 10 കോടി രൂപ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ രംഗത്ത്. 10 കോടി രൂപ എന്തായാലും യൂട്യൂബിൽ നിന്ന് ഉണ്ടാവത്തില്ല. ഇതുപോലെ ഈ ആളെ ബ്ലാക്ക്മെയിൽ ചെയ്തും പറ്റിച്ചൊക്കെ സാധിക്കുള്ളൂ. രാജ്മോഹൻ ഈ ഫിലിപ്പ് എമ്പാടിന്റെ വാർത്ത വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം, നമ്മൾ ആരാധിക്കുന്നവർ അങ്ങനെ ആവണം നിർബന്ധമില്ല. വിഗ്രഹങ്ങളാണ് അവരെല്ലാവരും. ഇനി നമ്മളിത് ചില കാര്യങ്ങൾ അല്ലാന്ന് വെച്ചോളൂ. ഇപ്പം ബോബി ചെമ്മണ്ണൂർ ആള് ശരിയല്ല, എത്രയോ കാലമായിട്ട് പറയുന്നു. പക്ഷെ ബോബി ചെമ്മണ്ണൂർ ആരാധകർക്ക് എന്തെങ്കിലും കുറവൊന്നും ഒരു കുറവുമില്ല. ബോബി ചെമ്മണ്ണൂർ ഭയങ്കര മഹാനാണെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. അതുപോലെ ഈ തൊപ്പി മീശ എന്നൊക്കെ പറഞ്ഞ കക്ഷികൾ അകത്തായിട്ട് വെളിയിറങ്ങുമ്പോൾ അവർക്ക് ആരാധരണം. അത് വേറെ ഈ തൊപ്പി മീശ എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മുടെ സമൂഹത്തിന്റെ മറ്റൊരു രീതിയാണ്. അതിനെ നമ്മൾ ഈ തരത്തിലുള്ള തട്ടിപ്പ, ഞാൻ സത്യം പറഞ്ഞ അവരെ എനിക്ക് ബഹുമാനമാണ്. ഈ വേടനും തൊപ്പിയൊക്കെ അവരാരാണോ ആ രീതിയിൽ റിഫ്ലക്ട് ചെയ്തിട്ട് അവരതിന് വരുമാനം ഉണ്ടാക്കുന്നു. മറ്റൊരു മുഖം കാണിക്കുന്നില്ല. നമ്മളെന്തിനാ അവരെ കുറ്റം പറയുന്നത്? ഞാൻ പറഞ്ഞ തൊപ്പി കാണിക്കുന്ന വിചിത്രമായ പ്രവർത്തികൾ കണ്ടിട്ട് തൊപ്പിക്ക് ആരാധകരുണ്ട്, നമ്മളെന്തിനാ അസൂയപ്പെടുന്നത്? അല്ലെങ്കിൽ വേടന്റെ പാട്ട് കേൾക്കാൻ ലക്ഷക്കണക്കിന് ആളുണ്ട്. ഓക്കെ, വേടൻ ലൈംഗിക പീഡന കേസിലൊക്കെ, പക്ഷെ നമ്മളെന്തിനാ അസൂയപ്പെടുന്നത്? ഞാൻ പറഞ്ഞ ഇപ്പൊ സന്തോഷ് പണ്ഡിറ്റിന്റെ രീതി വേറെയാണ്. പക്ഷെ സന്തോഷ് പണ്ഡിറ്റിന് ആരാധകരുണ്ട്, അയാൾ ഇന്റർവ്യൂ കാണാൻ ആളുണ്ട്, വലിയ തോതിൽ വലിയ ആരാധകരുണ്ട്. നമ്മൾ എന്തിനാണ് അധിക്ഷേപിക്കുന്നത്? ഞാൻ പറഞ്ഞു വരും, നമ്മൾ അവരെ ഒന്നും ഇതിലേക്ക് പിടിച്ചെടുക്കുക. രാജ്മോഹൻ നമ്മുടെ മുമ്പിൽ ഭയങ്കര മഹാന്മാരാണെന്ന് അവതരിപ്പിക്കുന്നു. നമുക്ക് ഇത് അവരുടെ വീഡിയോ കാണുമ്പോൾ കണ്ണു നിറയുന്നു. ഇപ്പൊ ഈ ഫിലിപ്പ് എമ്പാട്ടിന്റെ വീഡിയോ കാണുമ്പോൾ നമ്മുടെ കണ്ണു നിറയുന്നു. എന്തൊരു ഭാഗ്യം ചെയ്ത അമ്മ, എന്തൊരു ഭാഗ്യം ചെയ്ത മകൻ, എന്തൊരു ഭാഗ്യം ചെയ്ത ഭാര്യ എന്ന് നമുക്ക് തോന്നും. ഇത് തന്നെയാണ് ജിജിമാരിയുടെ കാര്യം സംഭവിച്ചത്. അതെ, അല്ല ഇവർക്ക് ഇത്രയും ഭാഷ ഇവർക്ക് കൊടുത്ത് കിട്ടുമെന്നുള്ള മനസ്സിലാവും. അല്ല, അത് മാത്രമാണ് അവരുടെ മുതൽ അവർക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞു, ഇപ്പൊ ഞാൻ സാമാന്യം തരക്കേടില്ലാതെ മലയാളം പറഞ്ഞ ഒരാളാണ്. എന്താ, ഞാൻ മലയാളം പഠിപ്പിച്ചത് കൊണ്ടല്ല. മലയാളം എൻ്റെ അമ്മ തൻ്റെ ഇടത്തോടു കൂടി എന്നെ സംബന്ധിച്ച് എൻ്റെ അപ്പൻ നല്ല ബുദ്ധിയുള്ള മനുഷ്യനായിരുന്നു, ചെവി കേൾക്കത്തില്ലായിരുന്നു ചെറുപ്പം മുതൽ, പക്ഷെ നല്ല ബുദ്ധിമാനായിരുന്നു. എൻ്റെ അമ്മ സാധാരണ സ്ത്രീയാണ്, പക്ഷെ നല്ലതായിട്ട് സംസാരിക്കും, നല്ല ധീരതയുണ്ട്. ഇതെനിക്ക് ജീനി കിട്ടി. അപ്പൊ ഞാൻ പറഞ്ഞ ഇതൊക്കെ നമുക്ക് ജീനി കിട്ടുന്ന സാധനമാണ്. ഇത് നമ്മൾ പോളിഷ് ചെയ്തെടുക്കുന്നിടത്താണ് വിജയം. അതായത് ഇത് നമ്മളെ എന്നേക്കാൾ കഴിവുള്ള, എന്നേക്കാൾ സംസാരിക്കാൻ കഴിയും എത്രയോ ആളുകൾ ഈ ലോകത്ത് കാണും, പക്ഷെ അവർക്ക് ഈ കിട്ടുന്ന ചാൻസിനെ ഉപയോഗിച്ച് അത് ശരിയാക്കി എടുക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ഇവരൊക്കെ ചെയ്ത് എന്താന്ന് വെച്ചാൽ, ഈ ഫിലിപ്പ് എമ്പാടിനെ പോലുള്ള അവർക്ക് അങ്ങനെ ജനുവിലി കിട്ടിയിരിക്കുന്ന ഒരു സാധനം അവർ ഉപയോഗിച്ചിട്ട്, പക്ഷെ ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന ആ ക്രിമിനൽ വാസന അവർക്ക് അതും കിട്ടി ചെറുപ്പത്തിൽ. അതുകൊണ്ട് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അല്ല, ആ ക്രിമിനൽ വാസന അവർക്ക് മാറ്റാൻ കഴിഞ്ഞില്ല. അപ്പൊ ആ ക്രിമിനൽ വാസനയാണ് ഒരു ദിവസം പുറത്തു വന്നിട്ടുള്ളത്. പക്ഷെ ഇതൊക്കെ പുറത്ത് വന്നാൽ പോലും ജനം വിശ്വസിക്കത്തില്ലാത്തൊരു കാലമായതെന്നുള്ളതാണ് സങ്കടകരം. മാത്രമല്ല ഇവർക്ക് ആരാധകർ പറഞ്ഞാൽ ആരാധകരണം കൂടാതെ കഷ്ടമായ നല്ലൊരു മനുഷ്യൻ, അയാളെ കള്ളക്കേസ് കുടിക്കുന്നതായിരിക്കും പലരും ചിന്തിക്കും. അങ്ങനെ തന്നെ അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. അസുഖാക്കളെല്ലാം കൂടെ ചേർന്ന് ഇയാളെ കള്ളക്കേസ് കുടിക്കുന്നു. എന്തായാലും ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. മിന്നുന്നതെല്ലാം പൊന്നല്ല. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ കാലത്ത് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. നമസ്കാരം.